ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആമ്പൽ തൈ എങ്ങനെ ഒരു ചിരട്ടയിൽ നട്ട് വളർത്താം, അതും റബ്ബർ ചിരട്ടയിൽ ഇങ്ങനെ നട്ട് വളർത്തി ചെറിയ തൈയിൽ വരെ എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ ചെടിച്ചട്ടിയിൽ നട്ടതാണ്. ചെറിയ തൈ ആയപ്പോഴേക്കും നിറയെ പൂക്കളായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. എൻ്റെ വീട്ടിൽ കുളമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആമ്പൽ നട്ട് വളർത്താൻ പറ്റില്ല. അതിൽ പൂക്കൾ ഇനി ഉണ്ടാവുമോ? അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുക? എനിക്കിനി നടാനറിയില്ല, ഇതെങ്ങനെ പരിചരിക്കണമെന്നറിയില്ല. ഇനി അഥവാ ഒരു ചരുവത്തിൽ നട്ടാൽ ഇത് വളരുമോ, അതോ എങ്ങനെയാണ്, ഇവരൊക്കെ സത്യമാണോ ഈ പറയുന്നത് എന്നൊക്കെയുള്ള സംശയമുള്ളവർക്ക് ഉള്ള വീഡിയോ ആണിത്. എന്തായാലും ലൈവ് റിസൾട്ട് കാണിച്ചു തരാം. ഇനി മറ്റുള്ളവരുടെ വീടിൻ്റെ മുറ്റത്ത് ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കൊതിക്കണ്ട. നിങ്ങളുടെ ഗാർഡൻ നിറയെ ആമ്പൽപ്പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. അതിനുള്ള ടിപ്സ് എല്ലാം ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് നടന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ ആമ്പലിൻ്റെ ഒരു ഇല എടുത്തിട്ടുണ്ട്. ആ ഇലയുടെ സെൻറ്റർ ഭാഗത്താണ് ഇതിൻ്റെ ഒരു തൈ വരുന്നത്. ഈ തൈ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഞാൻ ആ ഇല മാറ്റിയിട്ട് തൈ മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നട്ടു കൊടുക്കാൻ പോവാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വളം എല്ലുപൊടിയാണ്, പിന്നെ ചാണകപ്പൊടിയാണ് ഈ കാണുന്നത്. പിന്നെ ഒരു റബ്ബർ ചിരട്ടയിലേക്ക് ഞാനൊരൽപ്പം മണ്ണിട്ട് കൊടുത്തു. അതിനുശേഷം അതിന് മുകളിലായിട്ട് എല്ലുപൊടി ഇട്ട് കൊടുത്തു, ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം മണ്ണിട്ട് കൊടുക്കാം. ഇവിടെ കൂടുതലും കറുത്ത മണ്ണാണ്, അതുകൊണ്ട് ഞാൻ കറുത്ത മണ്ണാണ് എടുത്തത്. അതുപോലെ ഏത് ചെടിക്കും ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണ് തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഏത് മണ്ണ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ തൈ നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ 2 തൈ എടുത്തിട്ടുണ്ട്. 2 തൈ ഞാൻ ഈ ഒരു ചിരട്ടയിൽ നട്ടു കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും. ഇത് വളർന്ന് പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. ഇനി നമുക്കിത് ഒരു ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിലേക്ക് ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ചരിഞ്ഞു പോകാതെ നേരെ തന്നെ വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിൽ എവിടെ വേണമെങ്കിലും ഇത് മാറ്റി വയ്ക്കാം. കുറേ ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒരു 10 ദിവസം മതി, അപ്പോഴേക്കും നന്നായിട്ട് ഇലയൊക്കെ വളർന്നു വന്ന് പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് വളർന്നു വന്ന് ഇലയൊക്കെ വളർന്നു വന്നു, നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് വെള്ളത്തിൽ നിന്ന് എടുത്താണ്. വെള്ളമില്ലാതെ ആമ്പലിന് ഒരു നിലനിൽപ്പും ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഇതിന് വെള്ളം വേണം. വെള്ളത്തിൽ നിന്ന് ഈ ഒരു ആമ്പൽ തൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഇലയൊക്കെ വാടിപ്പോകും. അതുകൊണ്ട് എപ്പോഴും വെള്ളത്തിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും വീടിൻ്റെ മുറ്റം നിറയെ ആമ്പൽപ്പൂക്കളാക്കണം. അങ്ങനെ നിങ്ങളുടെ ഗാർഡൻ വളരെ സുന്ദരമാക്കണം. ഇനി എനിക്ക് ആമ്പൽ നടാൻ അറിയില്ല, വീടിൻ്റെ മുറ്റത്ത് കുളമില്ലല്ലോ, എനിക്കിതിൻ്റെ പരിചരണം അറിയില്ല എന്നൊന്നും ആരും പറയല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.